ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് വായിച്ചത് ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇപ്പൊ വായിച്ചത് സുന്ദരകാന്ഡമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ അത് പറഞ്ഞു നോക്കിയത് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്നതിന് സമുദ്ര ലംഘനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി സമുദ്രതീരത്ത് നിൽക്കുന്നത് വരെയുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഖണ്ഡത്തിൽ വായിച്ചു നിർത്തിയത്. ഇപ്പൊ സുന്ദരകാന്ഡത്തിന്റെ ആദ്യത്തെ സമുദ്ര ലംഘനം, മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും ഹനുമാൻ സുവർണ ലംഘിച്ച് പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ ജാമ്പവാനാൽ മഹത്വവൽക്കരിക്കപ്പെട്ട ഹനുമാൻ തന്റെ കഴിവുകളെല്ലാം സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഒരു പ്രത്യേക സമയത്ത് ഹനുമാൻ ഇല്ല. അപ്പൊ അത് ആരെങ്കിലും പറയണം. ഹനുമാന്റെ കഴിവുകളെ കുറിച്ച് ആരെങ്കിലും പ്രശംസിക്കുമ്പോൾ മാത്രമാണ് ഹനുമാൻ ഓർമ്മ വരുന്നത്. അപ്പോ ഇവിടെ ജാമ്പവാനാൽ പ്രശംസിക്കപ്പെട്ട ഹനുമാൻ തന്റെ കഴിവുകളെല്ലാം തിരിച്ചറിഞ്ഞിട്ട് ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സമുദ്രം ചാടി 100 യോജന ചാടി വേണം ലങ്കയിലേക്ക് പോകാൻ. അപ്പൊ അങ്ങനെ ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ തയ്യാറായി നിൽക്കുകയാണ്. മഹേന്ദ്ര പർവ്വതത്തിന്റെ അഗ്രഭാഗത്ത് നിന്നുകൊണ്ട് ഹനുമാന്റെ എന്ത് ശരീരമെല്ലാം വളരാൻ തുടങ്ങി അല്ലെ. ഒരു സാധാരണയിൽ നിന്നും അസാധാരണമാം വിധം ഹനുമാന്റെ ശരീരത്തിന് വളർച്ചയുണ്ടായി. ഇത് കണ്ടുനിന്ന വാനരന്മാരെല്ലാം ഭയങ്കര അതിശയത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത് അല്ലെ. എപ്പോഴും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഹനുമാനാണോ തങ്ങളുടെ ഇപ്പോ കാണുന്നതെന്നുള്ള അതിശയം അവർക്കുണ്ടായി. അത്രത്തോളം ഹനുമാന്റെ രൂപം മാറുന്നുണ്ടായിരിക്കുന്നു. ഹനുമാന്റെ ശരീരം അത്രത്തോളം വലുതായിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? തന്റെ പിതാവായ വായുദേവനെ നമസ്കരിച്ചു അല്ലെ. മനസ്സുകൊണ്ട് വായുദേവനെ പ്രാർത്ഥിച്ച് നമസ്കരിച്ചിട്ട് വരുണദേവനെയും നമസ്കരിച്ച ശേഷം ഹനുമാൻ എന്തുകൊണ്ട് മനസ്സാ തന്റെ നാഥനായ ശ്രീരാമചന്ദ്ര പ്രഭുവിനെയും വണങ്ങിയ ശേഷം എന്ത് ചെയ്തു? താൻ ഈ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ, ശ്രീരാമചന്ദ്രനെ സേവിക്കുന്നതിലൂടെ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് ഹനുമാൻ സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകാനായിട്ട് തയ്യാറായി. അപ്പൊ അവിടെ നിന്നും ഹനുമാൻ എന്ത് ചെയ്തു? ഒരു ഗരുഡനായ ഒരു പക്ഷി എങ്ങനെയാണോ പറക്കുന്നത് അതുപോലെ ഒറ്റ കുതിപ്പിനാണ് ഹനുമാൻ എങ്ങോട്ട് ഉയർന്നത്? ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ഒരു പക്ഷി എങ്ങനെയാണോ പറന്നു പോകുന്നത് അതുപോലെ പക്ഷിയേക്കാൾ അതിവേഗതയിൽ ഗരുഡനേക്കാൾ അതിവേഗതയിൽ ഹനുമാൻ എന്ത് ചെയ്തു? അന്തരീക്ഷത്തിലൂടെ വളരെ വേഗത്തിൽ പറന്നു പൊക്കൊണ്ടേയിരുന്നല്ലോ. ഒരു നിമിഷം പോലും തനിക്ക് പാഴിക്കളയാനില്ല എന്ന ഒരു ഓർമ്മയിൽ വളരെ വേഗത്തിൽ ഹനുമാൻ ഇങ്ങനെ സമുദ്രത്തിന് മീതെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് സമുദ്രം ഇങ്ങനെ ചിന്തിക്കുകയാണ്. സമുദ്രം എന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഇക്ഷാകു വംശത്തിലെ രാജാവിനാലാണല്ലേ, സഗര രാജാവിനാലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? എന്റെ കുലത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ഹനുമാൻ ഇങ്ങനെ ലങ്കയിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഹനുമാൻ ഞാൻ സേവനം ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് ഹനുമാൻ സേവനം ചെയ്യുക എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്തു? സമുദ്രത്തിന്റെ അടിയിലായിട്ട് മൈനാക പർവ്വതമുണ്ട്. അപ്പൊ മൈനാക പർവ്വതത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഹനുമാൻ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്ന വേളയിൽ ഹനുമാന് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു സ്ഥാനം നീ നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടിട്ട് മൈനാക പർവ്വതത്തിന് വളരെയേറെ സന്തോഷമുണ്ടായി അല്ലെ. പണ്ട് മൈനാക പർവ്വതവും ഇതുപോലെ തന്നെ കൃതയുഗത്തിലൊക്കെ മൈനാക പർവ്വതത്തിലും മൈനാക പർവ്വതത്തിനല്ല, എല്ലാ പർവ്വതങ്ങൾക്കും പക്ഷികളെ പോലെ തന്നെ പറന്നു നടക്കാൻ കഴിയുമായിരുന്നു, ചിറകുകളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പർവ്വതങ്ങളെല്ലാം തന്നെ എപ്പോഴും ഇങ്ങനെ പറന്നു നടക്കും. ഈ പറന്നു നടക്കുന്ന വേളയിൽ ദേവന്മാരും മറ്റു ഋഷിമാരും ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പർവ്വതങ്ങൾ ചെന്നിട്ട് അവരെ ഇടിക്കും അല്ലെ. പറന്നു നടക്കുന്ന സമയത്ത് കാണാണ്ട് അവരെ ഇടിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് ഇന്ദ്രദേവൻ എന്ത് ചെയ്യുന്നറിയുമോ? തന്റെ വജ്രായുധം ഉപയോഗിച്ചിട്ട് ഈ പർവ്വതങ്ങളുടെ എല്ലാം ചിറകുകൾ മുറിക്കാൻ തുടങ്ങി. ആയിരക്കണക്കിന് പർവ്വതങ്ങളുടെ ചിറകുകൾ ഒരു ദിവസം തന്നെ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ദ്രൻ ഇങ്ങനെ മുറിച്ചു കളയും. അപ്പൊ ഈ പർവ്വതങ്ങളെല്ലാം താഴെ വന്ന് പതിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു ദിവസം മൈനാക പർവ്വതവും ഇങ്ങനെ പറന്നു വരുന്ന വേളയിൽ മൈനാക പർവ്വതത്തിന്റെ ചിറകുകൾ മുറിക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് മൈനാകം പെട്ടെന്ന് ഇങ്ങനെ ഓടി ഒളിച്ചത് വരുണദേവന്റെ അടുത്തേക്കാണ്. അപ്പൊ വരുണദേവൻ സമുദ്രത്തിനടിയിൽ കൊണ്ടു ചെന്നിട്ട് മൈനാകത്തെ ഒളിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് മൈനാകത്തിന് മാത്രം ചിറകുകൾ നഷ്ടമായില്ല. പക്ഷെ പിന്നീട് മൈനാകം പറക്കാൻ ശ്രമിച്ചിട്ടില്ല, ആ സമുദ്രത്തിന്റെ അടിയിൽ തന്നെയാണ് വസിച്ചിരുന്നത്. അപ്പോ ഹനുമാൻ ഇങ്ങനെ പോകുന്ന വേളയിൽ പെട്ടെന്ന് തന്നെ സമുദ്രത്തിന്റെ അടുത്തത്തിൽ നിന്നും മൈനാകം ഉയർന്നു വന്നിട്ട് ആ വഴിയിൽ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ ദൂരന്ന് വരുന്ന സമയത്ത് എന്തോ ഒന്ന് തനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് കണ്ടു.
അപ്പൊ ഹനുമാൻ വിചാരിച്ചു ഇത് തന്റെ യാത്രയ്ക്ക് വിഘ്നം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ഏതെങ്കിലും രാക്ഷസന്മാരോ അല്ലെങ്കിൽ അവിടെ നിയോഗിക്കപ്പെട്ടത് എന്തെങ്കിലും ആണെങ്കിൽ ഇതിനെ തച്ചുടച്ചിട്ട് എനിക്ക് പോയേ തീരൂ എന്ന് വിചാരിച്ചിട്ടാണ് ഹനുമാൻ വരുന്നത്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ അടുത്തെത്താറുള്ള സമയത്ത് മൈനാക പർവ്വതം ഇങ്ങനെ പറയുന്നു, വത്സ ഹനുമാനെ എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ സീതാദേവിയെ അന്വേഷിച്ചിട്ടുള്ള യാത്രയിലാണെന്ന് എനിക്കറിയാം അല്ലെ. അപ്പൊ ഈ സാഗരം അല്ലെങ്കിൽ സമുദ്രം എന്ന് പറയുന്നത് ഇക്ഷ്വാകു വംശത്തിലെ ഒരു രാജാവിനാൽ എന്താണ് സ്ഥാപിക്കപ്പെട്ടതാണ് സമുദ്രം. അതുകൊണ്ട് തന്നെ നിനക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോവാം, വേണ്ടത്ര ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് ആവശ്യത്തിന് വിശ്രമിച്ച ശേഷം നിനക്ക് വീണ്ടും ലങ്കയിലേക്കുള്ള യാത്ര തുടരാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഹനുമാന് വളരെയേറെ സന്തോഷം ഉണ്ടായില്ലേ. അപ്പൊ ഹനുമാന് മനസ്സിലായി ശത്രുവല്ല, ഇത് മൈനാക പർവ്വതമാണെന്ന് മനസ്സിലായിട്ട് പറയുന്നു, പർവ്വതരാജ അങ്ങ് ഇങ്ങനെ എന്നെ സൽക്കരിക്കാനും അതുപോലെ എനിക്ക് വിശ്രമത്തിന് സ്ഥലം ഒരുക്കുന്നതിനും ഒക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് സമയമില്ല അല്ലെ. എന്റെ പ്രഭു സീതാമാതാവിനെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ പറഞ്ഞു വിട്ടേക്കുവാണ്. അപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ലങ്കാനഗരിയിലെത്തിയിട്ട് ആരെ കണ്ടെത്തുക, സീതാദേവിയെ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ. അതിൽ കവിഞ്ഞ് ഇപ്പൊ മറ്റൊന്നും തന്നെ എന്റെ മനസ്സിലില്ല. എന്റെ വിശ്രമവും ഭക്ഷണവും എല്ലാം ഇനി എന്തിനു ശേഷമാണ്, എപ്പോഴാണോ ഞാൻ സീതാമാതാവിനെ കണ്ടെത്തുന്നത് അതിനുശേഷം മാത്രമേ ഞാൻ ഇനി വിശ്രമിക്കുകയുള്ളൂ. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു യാത്രയിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ അടുത്ത് വന്ന് വിശ്രമിക്കുകയും അതുപോലെ തന്നെ ഫലമൂലാദികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മൈനാകത്തെ വണങ്ങിയിട്ട് ഹനുമാൻ വീണ്ടും തന്റെ യാത്ര തുടർന്നു. വളരെ സ്പീഡിൽ തന്നെ ഹനുമാൻ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഹനുമാൻ ഇങ്ങനെ നോക്കിയപ്പോ ഉഗ്രരൂപിണിയായിട്ട് ആരോ ഇങ്ങനെ സമുദ്രത്തിനടുത്ത് വീണ്ടും വന്നു. അപ്പൊ ഹനുമാൻ വിചാരിക്കും, എന്റെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റാരോ വീണ്ടും വന്നിരിക്കുകയാണെന്ന് വിചാരിച്ചു അല്ലെ. അതാരായിരുന്നു ശരിക്കും? സുരസയാണല്ലേ, നാഗങ്ങളുടെ മാതാവായ സുരസ ദേവന്മാരാൽ നിയോഗിക്കപ്പെട്ട് വന്നതാണ്. ദേവന്മാർ സുരസയോട് പറയും, അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഹനുമാനെ ഒന്ന് പരീക്ഷിക്കണം, ഹനുമാന്റെ വഴി മാർഗദർശമായിട്ട് ചെല്ലണം. ആ സമയത്ത് ഹനുമാൻ എന്താണ് തന്റെ രാമചന്ദ്ര പ്രഭുവിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ആ ഒരു ഉദ്ദേശിച്ച കാര്യത്തിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് എത്തുമോ അതോ വഴിയിൽ പാതി വഴിയിൽ ഈ വിഘ്നം വന്നത് കൊണ്ട് തന്നെ പാതി വഴിയിൽ യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വരുമോ എന്ന് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുക, ഹനുമാനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് പറയും. അതുകൊണ്ടാണ് സുരസ എന്ത് ചെയ്തു, തന്റെ രൂപമൊക്കെ മാറ്റിയിട്ട് ഒരു ഉഗ്ര രൂപിണിയായിട്ട് ഹനുമാന്റെ വഴിയിൽ അങ്ങനെ തടസ്സമായി നിൽക്കുക. അപ്പൊ ഹനുമാൻ ഇങ്ങനെ അടുത്ത് ചെന്നപ്പോ ചോദിച്ചു, ഭഗവതി ആരാ, എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഈ വഴിയെ വന്ന നീ എനിക്ക് ഭക്ഷണമാകണമെന്ന് ഹനുമാനോട് ആര് പറഞ്ഞു? ഈ സുരസ പറഞ്ഞു. അപ്പൊ ഹനുമാൻ എന്താ പറഞ്ഞേ, പറ്റില്ല, എനിക്ക് നിങ്ങൾക്ക് ഭക്ഷണമാകാനൊന്നും പറ്റില്ല, എനിക്ക് സീതാമാതാവിനെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകണം, എന്റെ പ്രഭുവിന്റെ വാക്യം എന്താണോ അതെനിക്ക് അതുപോലെ അനുസരിക്കണം, അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം, ഇപ്പൊ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുരസ പറഞ്ഞു, അത് പറ്റത്തില്ല, ഈ വഴി പോകുന്നവർ എനിക്ക് ഭക്ഷണമാകുക തന്നെ വേണം, നീ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എനിക്ക് ഭക്ഷണമാകണമെന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാനെ കളയാനായിട്ട് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഹനുമാൻ എന്ത് ചെയ്തു, അത് ബുദ്ധിമാനാണല്ലേ, ഹനുമാൻ പെട്ടെന്ന് തന്റെ രൂപം വളരെ ചെറുതാക്കി, വളരെ ചെറിയ രൂപത്തിലാക്കിയിട്ട് വളരെ വേഗത്തിൽ സുരസയുടെ വായിലേക്ക് കയറി അതുപോലെ തന്നെ തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ ഹനുമാൻ ഇങ്ങനെ തിരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ സുരസ പെട്ടെന്ന് എന്ത് ചെയ്തു, ഹനുമാൻ ബുദ്ധിമാനാണല്ലേ, അതുകൊണ്ട് സുരസ പെട്ടെന്ന് തന്നെ തന്റെ ആ ഉഗ്രരൂപം ഘോര രൂപമൊക്കെ മാറ്റിയിട്ട് യഥാർത്ഥ സുരസയായിട്ട് നാഗമാതാവിന്റെ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. ഇവര് ഹനുമാനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ പോകുന്നത് സീതാമാതാവിനെ അന്വേഷിച്ചിട്ടാണ്, അപ്പൊ നീ പോകുന്ന കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഫലവത്തായി അതിന്റെ ഫലം കണ്ട് സന്തോഷത്തോടു കൂടി നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു അല്ലെ. അപ്പൊ സുരസ മാതാവിനെ കണ്ടിട്ട് സുരസ മാതാവിൽ നിന്നും ഹനുമാനും അനുഗ്രഹം വാങ്ങിയിട്ട് എന്ത് ചെയ്തു, സമുദ്രത്തിലൂടെയുള്ള യാത്ര തുടർന്നു. അപ്പൊ പോകുന്ന വഴിയിൽ പിന്നെ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് വേറെയും രാക്ഷസിമാരൊക്കെ വന്നിട്ട് ഹനുമാന്റെ പാത തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ മാർഗങ്ങളെല്ലാം താണ്ടി വിജയിച്ച് ഹനുമാൻ എങ്ങോട്ട് പോവാം, ലങ്കയിലേക്കുള്ള യാത്രയിലാണ് അല്ലെ. ഒടുവിൽ ഹനുമാൻ എവിടെ എത്തിച്ചേർന്നു, ലങ്കാപുരിയിൽ എത്തിച്ചേർന്നു. അപ്പൊ ലങ്കാപുരിയിൽ എത്തിച്ചേർന്ന ലങ്കയും അവിടുത്തെ ആ ഒരു സ്വർണ്ണ ലങ്കനെ, എവിടെ നോക്കിയാലും സ്വർണം മാത്രമേ ഉള്ളൂ, സ്വർണ്ണത്താൽ നിറഞ്ഞു നിൽക്കുന്ന ലങ്കാനഗരിയൊക്കെ ഹനുമാൻ ഇങ്ങനെ നോക്കി കാണുക. നോക്കിക്കണ്ടിട്ട് അവിടുത്തെ കെട്ടിടങ്ങൾ ഓരോ മാളികകളും എന്ന് പറഞ്ഞ മണിമാളികകളാണ്, മനോഹരമായി അലങ്കരിക്കപ്പെട്ട മണിമാളികകളും വലിയ ഗോപുരങ്ങളും ഒക്കെ ആയിട്ട് എല്ലാ വീടുകളുടെ മുന്നിലും ഉദ്യാനങ്ങളുണ്ടല്ലേ, മനോഹരമായ ഉദ്യാനങ്ങളുണ്ട്. അതുപോലെ ലങ്കയ്ക്ക് ചുറ്റും കിടങ്ങുകളുണ്ട്, മറ്റ് നാസുരന്മാരോ അല്ലെങ്കിൽ മറ്റു ശത്രുക്കളോ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് കിടങ്ങുകളുണ്ട്. പക്ഷെ ഈ കിടങ്ങുകളിൽ ഓരോന്നിലും ഉദ്യാനങ്ങളാണ് അല്ലെ, താമരപ്പൂക്കളും
മറ്റു ചെടികളും മനോഹരമായ പുഷ്പങ്ങളും ഒക്കെ കൊണ്ട് അലങ്കരിച്ചതായിരുന്നു ഈ ഓരോ കിടങ്ങുകളും. ഈ കിടങ്ങുകളെല്ലാം കടന്നു വേണം എവിടെ എത്തിച്ചേരാനായിട്ട്? ലങ്കയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കിടങ്ങുകളെല്ലാം തന്നെ കടന്നു പോകണം. അപ്പൊ ഹനുമാൻ ഇങ്ങനെ ഇതെല്ലാം നോക്കിയിരിക്കുവാണ്, ഇങ്ങനെ ലങ്കയിലേക്ക് ഞാൻ കടക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഏത് വഴി കൂടെ കടക്കുക എന്നുള്ള ഒരു വാതിൽ വല്ലതും ഉണ്ടോ, ഗുഹ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഹനുമാൻ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷം ഹനുമാൻ എന്ത് ചെയ്തു? എങ്ങനെയായാലും ലങ്കയിൽ കടന്നേ പറ്റൂ, സീത ഇതിനുള്ളിലാണുള്ളത് അല്ലെ, ഇതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ മാത്രമേ സീതയെ കാണാൻ പറ്റൂ എന്ന് ചിന്തിച്ചിട്ട് ഹനുമാൻ പെട്ടെന്ന് തന്റെ രൂപം വീണ്ടും ചെറുതാക്കി, ഒരു പെരുവിരലിനോളം ചെറുതാക്കിയിട്ട് അവിടെ ഒരു വലിയ വാതിലുണ്ട്, ആ വാതിലിന്റെ ചെറിയൊരു ദ്വാരത്തിൽ കൂടി ഹനുമാൻ ലങ്കയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ലങ്കയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ട് ഹനുമാൻ ഇങ്ങനെ ലങ്കയുടെ വീണ്ടും തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി കാണുവാണ്. ചുറ്റും മണിമാളികകളാണ്, ഓരോ മാളികകളിലും സ്വർണ്ണ ഗോപുരങ്ങളും ഉദ്യാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അലങ്കാര പണികളും ഒക്കെ ഉള്ള ഗോപുരങ്ങളാണ്. എല്ലാ മണിമാളികകളും നോക്കി കണ്ടപ്പോ അല്ല ഒരു മാളികയ്ക്ക് മാത്രം എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അവിടെ അമ്പും വില്ലും ആയുധങ്ങളും ഒക്കെ ഏന്തി ഒരുപാട് കാവൽക്കാർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ചുറ്റും ഒരു കിടങ്ങുണ്ട്, ആ മാളികയ്ക്ക് ചുറ്റും ഒരു കിടങ്ങും, ആ കിടങ്ങിലും മുഴുവൻ താമരപ്പൂക്കളാണ്. അപ്പൊ വിചാരിച്ചു ഇതിന് എന്തോ പ്രത്യേകതയുണ്ടല്ലോ, ഇവിടെ അലങ്കാരങ്ങൾക്കും എല്ലാം ഭയങ്കര ശോഭയാർന്ന, ഭയങ്കര നോക്കിയാൽ കണ്ണെടുക്കാൻ പറ്റുക, കണ്ണെടുക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയുള്ള ഈ മണിമാളിക ഇത് ഏതാന്നൊക്കെ ചിന്തിച്ചപ്പോ അവസാനം ഹനുമാൻ മനസ്സിലായത് ആരുടെ മാളികയായിരുന്നു? സാക്ഷാൽ രാവണന്റെ മണിമാളികയാണ് അല്ലെ, രാവണൻ വസിക്കുന്ന ഭവനമാണ് അതെന്ന് മനസ്സിലായി. അവിടെ ഒരുപാട് രാക്ഷസന്മാരെല്ലാം പുറത്ത് ആയുധം വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്, കാവലിനായിട്ട് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനെ നോക്കി, എല്ലാ സ്ഥലവും നോക്കി കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം വന്നു ഹനുമാനോട്, നിങ്ങൾ ആരാന്നൊരു ചോദ്യം വന്നു. അപ്പൊ ഹനുമാൻ തിരിച്ചു നോക്കിയപ്പോൾ ഒരു സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഞാൻ ഒരു വാനരനാണ്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ ഒന്നുമല്ല, ഇതുവഴി പോകുന്ന വഴിയിൽ ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ആ സ്ത്രീ ചോദിച്ചു, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, ഇത് സുവർണ ലങ്കയാണ്, രാവണന്റെ സുവർണ ലങ്കയാണ്, ഞാൻ ആരാ? ഞാൻ ലങ്കാലക്ഷ്മിയാണ് അല്ലെ, ഞാൻ ലങ്കാനഗരി തന്നെയാകുന്നു, ലങ്കാലക്ഷ്മിയാണ്. ഈ സുവർണ ലങ്കയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സംരക്ഷിക്കുന്നതും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് നീ ആരാണ്? എന്റെ അനുവാദമില്ലാതെ നീ എങ്ങനെയാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്ന് കോപിഷ്ഠയായിട്ട് ലങ്കാലക്ഷ്മി ചോദിച്ചു. അപ്പൊ വീണ്ടും ഹനുമാൻ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് വന്നു, ജസ്റ്റ് ഞാനൊന്ന് കണ്ടോട്ടെ, ഞാൻ എന്തായാലും വന്നില്ലേ, ഈ സുവർണ ലങ്ക ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞപ്പോ ലങ്കാലക്ഷ്മിക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഹനുമാനെ അടിച്ചു, പ്രഹരിച്ചു. അപ്പൊ ലങ്കാലക്ഷ്മി തന്നെ പ്രഹരിച്ചപ്പോ ഹനുമാനും വല്ലാത്ത ദേഷ്യം വന്നിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? തിരിച്ച് ലങ്കാലക്ഷ്മിയെയും പ്രഹരിച്ചു. അപ്പൊ ഹനുമാന്റെ അടി കൊണ്ടിട്ട് ലങ്കാലക്ഷ്മി ദൂരെ തെറിച്ചു വീണു. അപ്പൊ അങ്ങനെ വീണ് കഴിഞ്ഞപ്പോ പിന്നെ ഹനുമാൻ വിഷമം തോന്നി. ലങ്കാലക്ഷ്മി എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അല്ലെ, ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഹനുമാന് വിഷമം വന്നു. ആ സമയത്ത് തന്നെ ലങ്കാലക്ഷ്മി പെട്ടെന്ന് അവിടെ എണീറ്റിട്ട് ഹനുമാനോട് പറഞ്ഞു, അവിടെ നിന്ന് ആരാണ് എന്നെനിക്ക് അറിയില്ലെങ്കിൽ പക്ഷെ അങ്ങയുടെ വരവിന്റെ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ, സ്വയംഭൂവായ ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാണോ ഒരു വാനരനാൽ ഞാൻ പരാജിതയാകുന്നത് അന്ന് തുടങ്ങി ലങ്കയുടെ, സുവർണ ലങ്കയുടെയും രാക്ഷസന്മാരുടെയും നാശമാണെന്ന് എന്നോട് ആര് പറഞ്ഞിട്ടുണ്ട്? ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് ഒരു വാനരനാണ് അല്ലെ, അപ്പൊ അങ്ങാനും ഞാൻ പരാജിതയാക്കി, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇനി ലങ്കയുടെ നാശമാണ്, രാക്ഷസന്മാരുടെ നാശമാണെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് ലങ്കാദേവി എന്താ ചെയ്തത്? ഹനുമാനെ ലങ്കയിലേക്ക് പ്രവേശിക്കുന്നതിനും അവിടെ എല്ലാ സ്ഥലത്തും പോകുന്നതിനുള്ള അനുവാദം ലങ്കാദേവി ഹനുമാന് കൊടുത്തു. അങ്ങനെ ഹനുമാൻ എന്ത് ചെയ്തു? ലങ്കയിലേക്ക് പോയി ഓരോ സ്ഥലങ്ങളും മാറി മാറി കണ്ടിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? പിന്നീട് ചിന്തിക്കുകയാണ്, തന്റെ ഇവിടെ നോക്കിയാലും എപ്പോഴും രാക്ഷസന്മാരാണ്, ആയുധങ്ങൾ വേണ്ടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ഇനി ലങ്ക കാണാൻ ഇറങ്ങുന്നത് രാത്രിയിലാകാമെന്ന് വിചാരിച്ചിട്ട് രാത്രി ആയപ്പോ എല്ലാവരും ലങ്കയിൽ എല്ലാവരും ഉറങ്ങിക്കിടന്നപ്പോ ഹനുമാൻ വീണ്ടും എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി ചുറ്റിക്കറങ്ങി ഓരോ സ്ഥലവും നോക്കുകയാണ്. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ പോയി പോയി നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു വ്യത്യസ്തമായിട്ടൊരു സ്ഥലം കാണുന്നു. നല്ല മനോഹരമായ ഒരു പൂന്തോട്ടമാണ്, എന്തൊക്കെയോ പ്രത്യേകതകൾ ആ പൂന്തോട്ടത്തിനുണ്ടെന്നും ഹനുമാന് മനസ്സിലായി. അങ്ങനെ ഹനുമാൻ ഇങ്ങനെ നോക്കിയപ്പോ അത് അശോകവനിയായിരുന്നു അല്ലെ, സീതാദേവി ഇരിക്കുന്ന അശോകവനിയായിരുന്നു അത്. അപ്പൊ അശോകവനിയിൽ കയറി ഹനുമാൻ ഇങ്ങനെ ചുറ്റും നോക്കുവാണ്. അപ്പൊ അതുവരെ സീതയെ കണ്ടില്ല, പക്ഷെ സീതയാണ് അന്വേഷിക്കുന്നത്. ചുറ്റും നോക്കിയ സമയത്ത് ഒരുപാട് മാളികകളുണ്ട് അവിടെ, അതെല്ലാം സ്വർണ്ണമാണ്, സുവർണ മാളികകളാണ്, പൂന്തോട്ടങ്ങളും എല്ലാം ഉണ്ട്. അത് ഒരു മാളികയ്ക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അത് ശരിക്കും കാവൽക്കാരുണ്ട്, അതുപോലെ പൂന്തോട്ടങ്ങളും ഒരുപാട് മരങ്ങളും ചെടികളും എപ്പോഴും നല്ല സുഗന്ധം വമിക്കുന്ന പുഷ്പങ്ങളും ഒക്കെ ഉള്ള ഒരു മാളിക.
ആ മാളികയിലേക്ക് നോക്കിയപ്പോ ഹനുമാൻ ചെറിയൊരു സംശയമായിരുന്നു, സീതാമാതാവ് അവിടെയാണോ ഉള്ളത് എന്ന് വിചാരിച്ചിട്ട് ചുറ്റും നോക്കിയപ്പോ അവിടെ ഒരു വൃക്ഷം, ശിബാ വൃക്ഷം കണ്ടു. അപ്പൊ അതിന്റെ മുകളിൽ കയറിയ ശേഷം ശിഖരങ്ങൾക്കും മരച്ചില്ലകൾക്കും ഒക്കെ ഇടയിൽ ഇരുന്നുകൊണ്ട് വീണ്ടും എന്ത് ചെയ്തു, ഹനുമാൻ ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്താണ് കാണുന്നത് അവിടെ ഒരു മരത്തിന്റെ, ഒരു അശോകവനിയുടെ ചുവട്ടിലായിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നു. അല്ലെ, വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോ ശരിക്കും ക്ഷീണിച്ച്, കണ്ണുകളിലൊന്നും പ്രകാശമില്ല, ക്ഷീണിച്ച് അവശയായിട്ടിരിക്കുകയാണല്ലേ. വസ്ത്രങ്ങൾ, ഇട്ടിരുന്ന വസ്ത്രങ്ങളൊക്കെ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്, അഴുക്ക് പിടിച്ച പൊടിയൊക്കെ പുരണ്ട വസ്ത്രങ്ങൾ ഇട്ടിട്ടൊരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടപ്പോ ഹനുമാൻ സംശയം, ഇതിന്റെ സീതാമാതാവ് തന്നെയാണോ? പിന്നെ ഹനുമാൻ ഇങ്ങനെ ഓർക്കുവാണ്, ഹനുമാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയെ കുറിച്ച് കുറച്ച് അടയാളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീതാദേവിയെ കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, സീതാദേവിയുടെ നിറം എന്താണ്, സീതാദേവിയുടെ ആഭരണങ്ങളെ കുറിച്ചും മുടിയെ കുറിച്ചും കണ്ണുകളെ കുറിച്ചും ഒക്കെ തന്നെ രാമദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഹനുമാൻ ഇങ്ങനെ ഓർത്തിട്ട് ഹനുമാൻ വീണ്ടും അതേപോലെ ആ സ്ത്രീയെ തന്നെ നോക്കിയിരുന്നപ്പോ ഹനുമാൻ മനസ്സിലായി, താൻ അന്വേഷിച്ചു വന്ന തന്റെ സീതാമാതാവ് ഇത് തന്നെയാണെന്ന് ഹനുമാന് മനസ്സിലായി. ഹനുമാൻ ഇങ്ങനെ മനസ്സിലായി ഇടയിൽ തന്നെ ഇരിക്കുകയാണ്, സീതാദേവിയുടെ അടുത്തേക്ക് അപ്പോഴും പോയിട്ടില്ല. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടിട്ട് നോക്കുമ്പോ രാവണൻ വരുന്നുണ്ട്. രാവണൻ വരുമ്പോ രാവണന്റെ കൂടെ കുറെ സ്ത്രീകൾ കൂടെ വരുന്നുണ്ട്. ദേവ ഗന്ധർവ കന്യകമാരും നാഗകന്യകമാരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം തന്നെ രാവണന്റെ ഭാര്യമാരാണ്. ഗന്ധർവ ലോകത്തും ദേവലോകത്തും നാഗലോകത്തും ഒക്കെ പോയിട്ട് രാവണൻ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഭാര്യമാരാക്കിയ സ്ത്രീകളാണ് കൂടെ വരുന്നത്. അവര് വിളക്കേന്തിയും കാലമേന്തിയും കുട, വെൺകൊറ്റ കുട പിടിച്ച് വെൺചാമരം പിടിച്ചിട്ടും ഒക്കെയാണ് ഇവര് രാവണന്റെ കൂടെ വരുന്നത്. ഭയം കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒക്കെ ഇങ്ങനെ രാവണന്റെ കൂടെ വരുവാണ്. അപ്പൊ ഇവരെല്ലാവരും കൂടി സീതാദേവിയുടെ അടുത്തേക്ക് എത്തിയിട്ട് ഈ സ്ത്രീകൾ ആരും അവർക്കൊന്നും സംസാരിക്കാനുള്ള അവകാശമില്ല, അവരൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ വളരെ ദയനീയമായി സീതാമാതാവിനെ നോക്കി നിൽക്കുവാണ്. അപ്പൊ ആ സമയത്ത് രാവണൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി സീതയുടെ അടുത്തേക്ക് വന്നിട്ട് സീതയോട് പറഞ്ഞത്, സീതയെ എന്തിനാണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇത്തരം വേഷങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്, നീ നിന്റെ ചിന്തകളൊക്കെ മാറ്റുക, രാമനെ മറക്കുക, എന്നിട്ട് നീ എന്ത് ചെയ്യണം, നിന്റെ ഭർത്താവായിട്ട് നീ എന്നെ സ്വീകരിക്കുക, നിനക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ നൽകുന്നതാണ്. ഈ സുവർണ ലങ്കയില് എനിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും നീ എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനം എപ്പോഴും ആർക്കായിരിക്കും, നിനക്ക് തന്നെ ആയിരിക്കും. അല്ലെ, ഇവിടുത്തെ പട്ടമഹർഷിയായിട്ട് ഈ സുവർണ ലങ്കയുടെ അതിഥയായിട്ട് എല്ലാ സ്വർണവും രത്നങ്ങളും മറ്റു സമ്പത്തുകളും ഇവിടെയുള്ള മണിമാളികകളും എല്ലാം നിനക്ക് സ്വന്തമായിരിക്കും, എല്ലാം ഞാൻ നിനക്ക് തരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യുക, എന്നിട്ട് ഇപ്പോഴത്തെ ഈ ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിച്ച് എല്ലാ ഭോഗ ഐശ്വര്യങ്ങളും നീ ആസ്വദിക്കണം. നിന്റെ ഈ ചെറുപ്പം, ഈ യൗവനം എല്ലാം കടന്നു കടന്ന് പൊക്കൊണ്ടിരിക്കുകയാണല്ലേ. പെട്ടെന്ന് തന്നെ ഈ യുഗത്തിലാണെങ്കിൽ, നീ ഈ അവസ്ഥയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീ വാർദ്ധക്യത്തിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ എല്ലാ ഭോഗങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നിനക്ക് സ്വന്തമാകണമെങ്കിൽ നിന്റെ മുന്നിൽ ഇനി ഒരു വഴിയേ ഉള്ളൂ. നീ എന്ത് ചെയ്യണം, എന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുകയും എന്റെ മണിമാളികയിൽ എനിക്കൊപ്പം ജീവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ സീതയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നിട്ട് സീത തിരിച്ച് രാവണനോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, നിന്റെ ഈ ആഗ്രഹം രാവണ, നിന്റെ ഈ ആഗ്രഹം നിന്റെ നാശത്തിനാണ്. ഒരിക്കലും നീ എന്നെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കുക, എന്നെ വിട്ടയക്കുക, അതാണ് നിനക്കും ലങ്കയ്ക്കും നിന്റെ ഈ രാക്ഷസ കുലത്തിനും നല്ലതെന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ രാവണന് പിന്നെയും ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് രാവണൻ സീതയോട് വീണ്ടും കയർത്ത് സംസാരിച്ചിട്ട് പറയും, നിന്റെ ഈ ചിന്ത നല്ലതല്ല, ഞാൻ നിനക്ക് 2 മാസം സമയം തരും. ഈ 2 മാസം കൊണ്ട് നീ എന്താ ചെയ്യണ്ടേ, നിന്റെ ഇപ്പോഴത്തെ ഈ ചിന്തകളെല്ലാം മാറ്റി രാമനെ മറന്നിട്ട് നീ എന്റെ ഭാര്യയാകുവാൻ, എന്റെ കൊട്ടാരത്തിൽ വന്ന് താമസിക്കുവാൻ തയ്യാറാകണം. അത് തയ്യാറാകാത്ത പക്ഷം എന്ത് ചെയ്യും, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാര് നിന്നെ പല കഷ്ണങ്ങളാക്കിയിട്ട് എനിക്ക് ഭക്ഷണമാക്കി തരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുക, എന്റെ ഭാര്യയാകാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു. അപ്പൊ സീത പറഞ്ഞു, ഒരിക്കലുമില്ല, ഒരിക്കലും നടക്കത്തില്ല, രാമനെ അല്ലാതെ മറ്റാരെയും ഞാൻ സങ്കല്പിക്കില്ല, ആരെയും എന്റെ ഭർത്താവായിട്ട് ഞാൻ സങ്കല്പിക്കുക പോലും ഇല്ല. അതുകൊണ്ട് നിന്റെ ഈ ആഗ്രഹം നടക്കില്ല രാവണ, ഇത് നിന്റെ അവസാനത്തിനാണെന്ന് പറഞ്ഞിട്ട് സീത പറയും. അപ്പൊ രാമനും സീതയും അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരം എല്ലാം കഴിഞ്ഞിട്ട് രാമൻ വീണ്ടും സീതയെ ഭീഷണിപ്പെടുത്തും. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് ആര് കാണുന്നുണ്ട്, ഹനുമാൻ കാണുന്നുണ്ടല്ലേ. പക്ഷെ ഹനുമാൻ അവരുടെ മുന്നിലേക്ക് വരുന്നില്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഹനുമാൻ വല്ലാത്ത സങ്കടമാണ്. അപ്പൊ ഈ രാവണൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോൾ സീതയ്ക്ക് ഉള്ളാകെ നല്ല ഭയവും ഉണ്ട്. എനിക്ക് സീത വിറയ്ക്കുന്നുണ്ട്, കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പൊ ഈ രാവണന്റെ കൂടെ ഉള്ള ഭാര്യമാരായ നാഗകന്യകമാരും ഗന്ധർവ കന്യകമാരും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സീതയെ ആശ്വസിപ്പിക്കാനായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവർ കണ്ണുകൾ കൊണ്ടും അവരുടെ ചുണ്ടുകൾ കൊണ്ടും ഒക്കെ അവർ സീതയ്ക്ക് ആശ്വാസം പകരുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ സീത കുറച്ചും കൂടി ഉത്സാഹവതിയായിട്ട് രാവണനെ എതിർത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങി.
അപ്പൊ അങ്ങനെ സീത എത്രത്തോളം രാവണനെ എതിർക്കുന്നുവോ അത്രത്തോളം ദേഷ്യം രാവണന് സീതയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും കൂടിക്കൂടി വരുമായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് രാവണൻ അവിടെ സീതയ്ക്ക് ചുറ്റും എപ്പോഴും രാക്ഷസിമാരുണ്ട്. ഈ രാക്ഷസിമാരെയൊക്കെ രാവണൻ അവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്തിയേക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സീതയുടെ തീരുമാനം നിങ്ങൾ സീതയെ പ്രലോഭിപ്പിച്ച് സീതയുടെ തീരുമാനം മാറ്റിയിട്ട് സീത തന്റെ ഭാര്യയാകാൻ സമ്മതിക്കണം. അപ്പൊ അതാണ് ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, സീതയെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അപ്പൊ രാവണൻ അവിടെ നിന്നും പോയി. രാവണൻ പോയി കഴിഞ്ഞപ്പോ ഈ രാക്ഷസിമാർ എന്ത് ചെയ്തെന്നറിയോ? ഈ രാക്ഷസിമാരെല്ലാം കൂടി സീതയ്ക്ക് ചുറ്റും വന്നിട്ട് പരുഷമായ വാക്കുകളിലൂടെ സീതയെ വേദനിപ്പിച്ചു. ചിലരൊക്കെ സീതയുടെ ദേഹത്തൊക്കെ കുത്തുകയും തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ആവശ്യം എന്ന് പറയുന്നത് സീത എന്ത് ചെയ്യുക? രാമനെ മറന്നിട്ട് രാവണനെ ഭർത്താവായിട്ട് സ്വീകരിക്കുക, എന്നിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സീതയ്ക്ക് അവിടെ ജീവിക്കാം. അപ്പൊ ഏകജട, ഹരിജട, വിജട, വനിത, ഇങ്ങനെ ഒരുപാട് രാക്ഷസിമാരുണ്ട്. ഇവർ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ സീതയോട് പറയുന്നുണ്ട്. എല്ലാവരും അവസാനം ഒന്നിൽ തന്നെയാണ് എത്തുന്നത്. എന്താണ്? സീത രാവണന്റെ ഭാര്യയാകുക എന്നതാണ് എല്ലാവരുടെയും ആവശ്യം. ഇവരൊക്കെ പറയുന്ന പരുഷമായ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സീതയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നും. പക്ഷെ സീതയ്ക്ക് ഒന്നും പ്രതികരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ കൂടുതൽ സീത ഇങ്ങനെ സങ്കടത്തിലേക്ക് പോകുന്ന സമയത്ത് സീത എന്ത് ചെയ്യും? സീത പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇപ്പൊ രാമചന്ദ്ര ഭഗവാൻ എന്നെ അന്വേഷിച്ച് ഇവിടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഞാൻ എവിടെയാണെന്ന് അറിയാതെ എന്നെ അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്താവാനാകാതെ വരികയാണെങ്കിൽ ആ ദുഃഖത്തില് രാമചന്ദ്ര ഭഗവാൻ ഈ ലോകം വിട്ട് പോയെങ്കിലോ, ഈ ശരീരം ഉപേക്ഷിച്ച് പോയെങ്കിലോ, പിന്നീട് എന്നെ രക്ഷിക്കാൻ ആരാ വരുന്നത്? ലക്ഷ്മണനെ കൊണ്ട് തനിച്ചെന്തായാലും പറ്റത്തില്ല. അപ്പൊ അത് എനിക്ക് അറിയില്ല, ഇനി ഭഗവാൻ ജീവിച്ചിരിപ്പുണ്ടോ അതോ അദ്ദേഹം എന്നെ പിരിഞ്ഞ ദുഃഖത്തിൽ ശരീരം ഉപേക്ഷിച്ചോ എന്ന് എനിക്കറിയില്ല എന്ന് ചിന്തിച്ചിട്ട് സീത പറയുന്നു, ഞാനും എന്ത് തന്നെ ചെയ്യണം, ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് യമദേവനെ പ്രാർത്ഥിക്കുന്നുണ്ട്. യമദേവനെ പ്രാർത്ഥിച്ചിട്ട് സീതയും മരിക്കാനുള്ള ആഗ്രഹത്തിലാണ് സീതയും ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോ അവിടെ മറ്റൊരു രാക്ഷസിയുണ്ട്, ത്രിജട. വളരെ സ്നേഹത്തോടെ സീതയെ ഒരു മകളെ പോലെ കാണുന്ന, മകളെ പോലെ പരിപാലിക്കുന്ന ഒരു രാക്ഷസിയാണ് ത്രിജട. അപ്പൊ ഈ മറ്റ് രാക്ഷസിമാരെല്ലാം തന്നെ സീതയോട് ഇങ്ങനെ പരുഷമായി പെരുമാറുകയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ത്രിജട വരുന്നത്. ത്രിജടയ്ക്ക് ദേഷ്യം വന്നിട്ട് ത്രിജട മറ്റ് രാക്ഷസിമാരോട് വളരെ കോപത്തോടു കൂടി സംസാരിച്ചിട്ട് പറയും, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പൊ ആ രാക്ഷസിമാര് സീതയോട് പറയുന്നുണ്ട്, നിങ്ങൾ രാവണനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഭക്ഷിക്കൂ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് വന്ന ത്രിജട ആ രാക്ഷസിമാരോട് പറയുന്നു, സീത ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സീത ജനകപുത്രിയാണ്, ദശരഥ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട മരുമകളാണ്. അങ്ങനെയുള്ള സീതയെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾക്ക് ഭക്ഷിക്കാൻ എന്ത് അവകാശമാണുള്ളത്? നിങ്ങൾ ഒരിക്കലും സീതയെ ഒന്നും ചെയ്യരുത്. സീതയെ നിങ്ങളെ വേദനിപ്പിച്ചാൽ അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും എന്ന് പറഞ്ഞിട്ട് ത്രിജട പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിലെ വൃത്താന്തമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭയം ഉണ്ടാകും, സീതയെ ഉപദ്രവിക്കുന്നതിന് നിങ്ങൾക്കും ഭയം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോ അത് കേട്ടപ്പോ ആ രാക്ഷസിമാരിൽ ഒരാൾ ത്രിജടയോട് പറഞ്ഞു, എന്ത് സ്വപ്നമാണ് ത്രിജട കണ്ടത്? അതിപ്പോ വിവരിക്കൂ, ഞങ്ങൾക്കും അത് അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ ത്രിജട പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നത്തില് ആന കൊമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വെള്ള നിറത്തിലുള്ള മനോഹരമായ ഒരു രഥമാണ് ഞാൻ കണ്ടത്. ആ രഥത്തിൽ ആരാ ഉള്ളത്? രാമചന്ദ്ര ഭഗവാനാണുള്ളത് അല്ലെ. അദ്ദേഹം എങ്ങോട്ട് വരുവാ? ലങ്കയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും വരുന്നത്? സീതയെ കൊണ്ടുപോകാനായിട്ടായിരിക്കും അല്ലെ. അപ്പോ രാമചന്ദ്ര ഭഗവാൻ മാത്രമല്ല, കൂടെ ആരുമുണ്ട്? ലക്ഷ്മണനുമുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, മറ്റൊരു സ്വപ്നവും കൂടി ഞാൻ കണ്ടു. അതില് ഞാൻ കണ്ടത് 4 കൊമ്പുകളുള്ള ഒരു ആനയെ ഞാൻ കണ്ടു. അപ്പൊ ആ ആനയുടെ പുറത്തായിട്ട് ആരിരിക്കുന്നുണ്ട്? രാമചന്ദ്ര പ്രഭു ഇരിക്കുന്നുണ്ട്. കൂടെ തന്നെ ആരുമുണ്ട്? സീതയും ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നമാണ് ഞാൻ കാണുന്നത്. എന്റെ എല്ലാ സ്വപ്നങ്ങളിലും രാമചന്ദ്ര പ്രഭുവും സീതയും ഒന്നിച്ചാണുള്ളത്. അപ്പൊ ഈ സ്വപ്നത്തിന്റെയൊക്കെ അർത്ഥം എന്താ എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പോ അവർ ചോദിച്ചു, എന്താന്ന് ചോദിക്കുമ്പോ പറയാം, വേറെ ഒന്നുമല്ല, എന്താണ് ഈ രാക്ഷസ കുലത്തിന്റെ നാശം തന്നെയാണ്. ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെ ആരെ കൊണ്ടുപോകും? സീതയെ കൊണ്ടുപോകും. സീതയെ ഇത്രയേറെ ദ്രോഹിച്ച, ഇത്രയേറെ വേദനിപ്പിച്ച രാവണനെ ശിക്ഷിച്ച ശേഷം ഇനിയുമുണ്ട്, ഇനിയും കുറെ ആ സ്വപ്നത്തിൽ ഇനിയും പറയുന്നുണ്ട്, രാവണനെയും കാണുന്നുണ്ട്. രാവണൻ പൊട്ടിക്കരയുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ശാന്തമായി നടക്കുന്നതും ഒക്കെ ത്രിജടയുടെ സ്വപ്നത്തിലുണ്ട്. കുറെ എന്നിട്ട് പറയുവാണ്, രാമചന്ദ്ര ഭഗവാൻ എന്തായാലും തന്റെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്ന രാവണനെ ശിക്ഷിക്കും. അപ്പോ ആരൊക്കെയാണോ തന്റെ ഭാര്യയെ വേദനിപ്പിച്ചത് അവരെ എല്ലാം തന്നെ ആര് ശിക്ഷിക്കും? രാമചന്ദ്ര ഭഗവാൻ ശിക്ഷിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും സീതയെ വേദനിപ്പിക്കരുത്, സീതയെ ഉപദ്രവിക്കരുത്, പരുഷമായ വാക്യങ്ങൾ സീതയോട് പറയരുത്. അങ്ങനെയൊക്കെ ചെയ്താല് രാമചന്ദ്ര പ്രഭു തീർച്ചയായും നിങ്ങളെയും ശിക്ഷിക്കുമെന്ന് പറഞ്ഞു.
അപ്പൊ ഈ സ്വപ്നത്തിലെ വചനങ്ങളെല്ലാം കേട്ടപ്പോ സീതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നി. രാമചന്ദ്ര പ്രഭു തന്റെ അടുത്തുള്ളൊരു അങ്ങനെ ആ ഒരു സാമീപ്യം സീത അറിയുന്നുണ്ടായിരുന്നു. അതുവരെ തളർന്നിരുന്ന സീതയുടെ മുഖത്ത് ഒരു വെളിച്ചവും സന്തോഷവും ഒക്കെ കണ്ടിട്ട് ത്രിജടയുടെ അടുത്തേക്ക് വന്നിട്ട് സീത കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവിടുന്ന് കണ്ട ഈ സ്വപ്നം ഫലിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ത്രിജട പറയും തീർച്ചയായിട്ടും അത് ഫലിക്കുമെന്ന് പറഞ്ഞിട്ട് സീതയെ തന്റെ മടിയിലേക്ക് കിടത്തി ഒരു അമ്മ എങ്ങനെയാണോ മകളെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ തന്നെ ത്രിജട ആരെ ആശ്വസിപ്പിക്കുന്നുണ്ട്? സീതാദേവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് ഹനുമാൻ ഇങ്ങനെ ആ ശിംശിപ വൃക്ഷത്തിന്റെ മരച്ചില്ലകൾക്കിടയിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഹനുമാനും ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കരമായ സങ്കടം തോന്നിയല്ലേ? സീതാദേവിയെ ഇത്രയേറെ വേദനിപ്പിക്കുന്നത് കണ്ടിട്ട് ഹനുമാന് അതിയായ സങ്കടം തോന്നി. ഇത് ഹനുമാൻ ഇങ്ങനെ രാമചന്ദ്ര പ്രഭുവിന്റെ കാര്യവും എല്ലാം ചിന്തിച്ച ശേഷം അദ്ദേഹം പതുക്കെ അവിടെ ഇരുന്നിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ചിട്ട് സീത കേൾക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഹനുമാൻ ഇങ്ങനെ പറയുന്നു, അയോധ്യയില് ദശരഥൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ 4 പുത്രന്മാര് അതിലെ രാമന്റെ ഭാര്യയാണ് സീതയെന്നും കൈകേയിയുടെ നിർദ്ദേശപ്രകാരം രാമലക്ഷ്മണന്മാരുടെ വനത്തിൽ വന്നതും സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയതും ഇപ്പൊ രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് അവരുടെ യാത്രയിലാണ്. ഒടുവിൽ അവർ അവിടെ എത്തിച്ചേർന്നു. സുഗ്രീവന്റെ അടുത്തെത്തി വാനര സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? സീതാദേവിയെ അന്വേഷിച്ച് നടക്കുവാണ്. ഞാൻ ഹനുമാൻ എന്ത് ചെയ്തു? സീതാദേവിയെ അന്വേഷിച്ചിട്ട് മഹേന്ദ്ര പർവ്വതത്തിൽ നിന്നും ലങ്കയിലേക്ക് എത്തി എന്നും പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് സീത ചുറ്റും നോക്കുന്നുണ്ട്, ആരാണ് ഈ സംസാരിക്കുന്നത്? ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ അല്ലെ? ആരാണ് ഈ സംസാരിക്കുന്നത് നോക്കിയിട്ട് ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. അപ്പൊ വീണ്ടും ഇങ്ങനെ ഹനുമാൻ എന്ത് ചെയ്തു? രാമനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ സീത വീണ്ടും ചുറ്റും നോക്കിയപ്പോ മരച്ചില്ലകൾക്കിടയിലായിട്ട് വെള്ള വസ്ത്രധാരിയായിട്ട് ഹനുമാനെ കണ്ടു. അപ്പൊ ഹനുമാനെ കണ്ടു കഴിഞ്ഞപ്പോ സീതയ്ക്ക് സംശയം, സീതയ്ക്ക് ഉറപ്പില്ല അല്ലെ ഇത് രാമനെ കുറിച്ച് പറയുന്നെങ്കിലും ഇത് ഏതെങ്കിലും രാക്ഷസനാണോ എന്നുള്ള ഒരു സംശയം സീതയ്ക്കുണ്ട്. അപ്പൊ ഹനുമാൻ സീതയുടെ അടുക്കലേക്ക് വരും, വന്ന് സീതാദേവിയെ നമസ്കരിക്കും. അപ്പൊ സീത ചോദിക്കും, നിങ്ങൾ ആരാണ്? ഞാൻ എങ്ങനെ അറിയും? നിങ്ങളെ വിശ്വസിക്കും? അപ്പൊ രാമന്റെ അടുത്തുനിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രാമന്റെ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഹനുമാൻ എന്ത് ചെയ്യും? രാമന്റെ അങ്കുലിയെ മോതിരം സീതയെ കാണിക്കും അല്ലെ? അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ സീതയ്ക്ക് തന്റെ പ്രഭുവിന്റെ മോതിരമാണ്, അത് കണ്ടു കഴിഞ്ഞപ്പോ സീതയ്ക്ക് അതിയായ സന്തോഷം ഉണ്ടായിട്ട് സീതയ്ക്ക് ഇപ്പൊ മനസ്സിലായി ഹനുമാൻ രാമന്റെ അടുത്ത് നിന്ന് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലായിട്ട് ഹനുമാനെ പ്രശംസിക്കും. ഹനുമാന്റെ പേരും ഹനുമാൻ ആരാണെന്നുള്ളതൊക്കെ വ്യക്തമാക്കും. അപ്പൊ ഇത്രയും ഈ 100 യോജന ചാടി ആർക്കും ലങ്കയിലേക്ക് വരാൻ പറ്റില്ല അല്ലെ? എന്നിട്ട് 100 യോജന ചാടിയിട്ട് രാമചന്ദ്ര പ്രഭുവിന് വേണ്ടിയിട്ട് വന്ന നീ ആരാണ്? നീ യഥാർത്ഥത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പരമഭക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. ഭഗവാന് വേണ്ടിയിട്ട് നീ എന്തും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് സീതാദേവി വളരെയേറെ സന്തോഷവതിയായി. അങ്ങനെ ഹനുമാനും സീതാദേവിയും തമ്മിൽ കുറെ നേരം സംസാരിക്കും. ഇവിടെ ഈ ലങ്കയിൽ അനുഭവിക്കുന്ന കഷ്ടതകളും അതുപോലെ രാമന്റെ വൃത്താന്തങ്ങളും രാമനും ലക്ഷ്മണനും കൂടെ സീതയെ അന്വേഷിച്ച് നടക്കുന്ന കാര്യവും അതെല്ലാം തന്നെ സീതാദേവിയോട് ആര് പറയും? ഹനുമാൻ പറയും. ഇപ്പൊ സീതയും ഹനുമാനും തമ്മിൽ ഈ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഹനുമാൻ പറയും, എനിക്ക് ഇനി തിരികെ പോയിട്ട് രാമചന്ദ്ര പ്രഭുവിനോട് മാതാവിനെ കണ്ട കാര്യം പറയണം എന്ന് പറയുന്ന സമയത്ത് സീത എന്ത് ചെയ്യും? തന്റെ മുടിയിൽ നിന്നും ചൂടാരത്നം എടുത്തിട്ട് ഹനുമാൻ കൊടുക്കും. എന്നിട്ട് പറയും, ഇത് കൊണ്ടു ചെന്നിട്ട് രാമനെ കാണിക്കണം, അപ്പൊ തന്നെ പ്രഭുവിനെ എന്നെ അങ്ങ് കണ്ടു എന്നുള്ള കാര്യം ബോധ്യമാകും എന്ന് പറഞ്ഞിട്ട് ഹനുമാനെ യാത്രയായിരിക്കും. അപ്പൊ ഹനുമാൻ സീതാമാതാവിന്റെ അടുത്തുനിന്ന് പോയിട്ട് വിചാരിക്കും, ഞാൻ അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? ഇവിടെ ഇങ്ങനെ എത്തിയത് മറ്റുള്ളവർ അറിയണ്ടേ? അതിങ്ങനെ ആരെയും അറിയിക്കാതെ പോകുന്നത് അത്ര നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹനുമാൻ അവിടെ അടുത്ത് തന്നെ ഒരു ഉദ്യാനമുണ്ട്, പ്രമദാവനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട്. ആ ഉദ്യാനത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള മരങ്ങളും ചെടികളും വൃക്ഷങ്ങളും എല്ലാം നശിപ്പിക്കും, പൂക്കളും എല്ലാം അടിച്ച് ചൊരിച്ച് മരങ്ങളൊക്കെ പുഴുതെടുത്തിട്ട് ഫുൾ ആ ഉദ്യാനം നശിക്കും. അപ്പൊ ഈ സൗണ്ട്, മരങ്ങളൊക്കെ പുഴുത് വീഴുന്നതും കമ്പുകൾ ഒടിയുന്നതും ഒക്കെ ആയ സൗണ്ട് കേട്ടിട്ട് കിങ്കരന്മാരൊക്കെ ഓടിയെത്തും. എന്താ ഇവിടെ സംഭവിച്ചത്? ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഓടിയെത്തും. ആ സമയത്ത് ഹനുമാൻ വന്നിട്ട് സീതാദേവിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ചില രാക്ഷസ സ്ത്രീകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അവരിലെ 3-4 പേരെ അപ്പോൾ തന്നെ ഓടി ആരടുത്തേക്ക് പോകും? രാവണന്റെ അടുത്തേക്ക് പോയിട്ട് രാവണനോടും ഇക്കാര്യം പറയും, എന്നെ സീതയോട് ആരോ വന്ന് സംസാരിച്ചു എന്നൊക്കെ പറയും. അപ്പൊ അത് വന്ന് അന്വേഷിക്കും, ആരാ സീതയോട് സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ സീത പറയും, എനിക്കറിയില്ല, ഇവിടെ ഉള്ളതെല്ലാം രാക്ഷസന്മാരാണ്, അവർക്ക് രൂപം മാറാൻ കഴിയും അല്ലെ? അവര് പല രൂപത്തിലേക്കും മാറി ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ വന്ന് സംസാരിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല, ഏതോ രാക്ഷസനായിരിക്കും എന്ന് സീത പറയും. അപ്പോ ഈ വന്ന് ഈ ഉദ്യാനമൊക്കെ നശിപ്പിക്കുകയും സീതയോട് സംസാരിച്ചതും ആരാണെന്ന് അന്വേഷിച്ച് എല്ലാവരും പല ഭാഗത്തേക്ക് പോകും. ആ സമയത്ത് ഈ അന്വേഷിച്ചു വരുന്ന കിങ്കരന്മാരെ എല്ലാം ആര് വധിക്കും?
ഹനുമാൻ വധിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഹനുമാൻ നേരെ ആ ഒരു കോട്ടവാതിലിന്റെ അവിടേക്ക് ചെന്നിട്ട് ആ കോട്ടയിൽ അവിടെ കുറച്ച് കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അവരെയും ഹനുമാൻ വധിക്കും. അപ്പോ അവിടെയുള്ള രാക്ഷസ പ്രമുഖന്മാർക്കെല്ലാം മനസ്സിലായി ഇത് സാധാരണ ഒരു രാക്ഷസനല്ല, ഇത് ഒന്നുകിൽ സീതയെ അന്വേഷിച്ച് വന്ന ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ദേവലോകത്ത് നിന്ന് യുദ്ധത്തിന് വന്ന മറ്റാരെങ്കിലും ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭാഗത്തും ഇങ്ങനെ അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചു പോകുമ്പോ എങ്ങും കാണുന്നില്ല. വീണ്ടും വീണ്ടും അവർ ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ അവിടുത്തെ മന്ത്രിമാരുണ്ട്, 7 മന്ത്രിമാരുണ്ട്. അപ്പൊ ആ മന്ത്രിമാരുടെ പുത്രന്മാരെ ആയിരിക്കും ഹനുമാനെ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് മന്ത്രിമാരുടെ പുത്രന്മാർ ഇപ്പൊ എല്ലാ സ്ഥലത്തും നോക്കും. ഒടുവിലായി ഹനുമാന്റെ അടുത്ത് ചെന്ന് ഹനുമാനുമായി യുദ്ധം ചെയ്തിട്ട് ഈ 7 മന്ത്രി പുത്രന്മാരും എന്ത് ചെയ്യും? ഹനുമാനാൽ കൊല്ലപ്പെടും. അപ്പൊ ഇവര് മരിച്ചു കഴിഞ്ഞ് അപ്പൊ അതിനു മുമ്പ് തന്നെ ജംബുല എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസനുണ്ട്. ആ രാക്ഷസന് ഹനുമാനെ അന്വേഷിച്ച് പോകുമ്പോൾ ഹനുമാനുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ജംബുലനും വധിക്കപ്പെടും. അപ്പൊ ഇങ്ങനെ ഓരോ പ്രമുഖ രാക്ഷസന്മാരായിട്ട് അവരുടെ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും? വിരൂപാക്ഷൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സൈനിക പ്രമുഖനാണ്, സൈന്യാധിപൻ തന്നെ പറയാം. വിരൂപാക്ഷനെ പറഞ്ഞു വിടും. വിരൂപാക്ഷനും ഹനുമാനാൽ വധിക്കപ്പെടും. ആ സമയത്ത് രാവണൻ എന്ത് ചെയ്യും? തന്റെ പുത്രനായ അക്ഷയകുമാരനോട് പറയും, നീ എന്ത് ചെയ്യുക? നീ പോയിട്ട് ഹനുമാനെ കണ്ടുപിടിക്കുക, ഹനുമാനെ പിടിച്ചു കെട്ടി കൊണ്ടുവരണമെന്ന് പറയും. അങ്ങനെ പിതാവിന്റെ വാക്ക് കേട്ട് അക്ഷയകുമാരൻ എങ്ങോട്ട് പോകും? ഹനുമാനെ തേടി പോകും അല്ലെ. അക്ഷയകുമാരനും വീരനാണ്, പരാക്രമിയാണ്. ഹനുമാനെ തേടി പോയിട്ട് ഹനുമാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഹനുമാൻ ഗത കൊണ്ട് അക്ഷയകുമാരനെ പ്രഹരിക്കുകയും അക്ഷയകുമാരനും വധിക്കപ്പെടും. അപ്പൊ തന്റെ പുത്രനും കൂടി വധിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ രാവണന് ഭയങ്കര ദേഷ്യം ഉണ്ടായി. ഇനി ഹനുമാനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഹനുമാനെ വധിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? തന്റെ പുത്രനായ ഇന്ദ്രജിത്തിനോട് ചെന്ന് പറഞ്ഞു, നീ മഹാ പരിശ്രമിയല്ലേ, നീ ദേവന്മാരുമായിട്ടും ഇന്ദ്രനെയും ഒക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചവനല്ലേ, നിനക്ക് ഒരുപാട് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ നിനക്ക് വരമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നീ പോയിട്ട് നിന്റെ അനുജനെയും കൂട്ടത്തിലുള്ള രാക്ഷസന്മാരെയും ഒക്കെ വധിച്ച ആ പരാക്രമിയെ കണ്ടുപിടിച്ച് ബന്ധനസ്ഥനാക്കുക, അല്ലെങ്കിൽ അവനെ വധിക്കുക എന്ന് പറയും. അങ്ങനെ ഇന്ദ്രജിത്ത് ഇങ്ങനെ ഹനുമാനെ അന്വേഷിച്ചിട്ട് എല്ലാ സ്ഥലത്തും പോകും. എല്ലാ സ്ഥലത്തും പോയി ഹനുമാനെ എങ്ങും കാണാതെ വന്നിട്ട് അവസാനം ഹനുമാനെ കണ്ടുപിടിക്കും. ഹനുമാനെ കണ്ടുപിടിച്ചിട്ട് ബ്രഹ്മാസ്ത്രം വെച്ച് ഹനുമാനെ ബന്ധിപ്പിക്കും. അപ്പോ അത് ബ്രഹ്മദേവൻ വരമായി കൊടുത്ത അസ്ത്രമായതുകൊണ്ട് തന്നെ ഹനുമാൻ എന്ത് ചെയ്യും? ആ അസ്ത്രത്തെ മാനിച്ചുകൊണ്ട് അനങ്ങാതെ നിന്ന് കൊടുക്കും. അപ്പൊ ഹനുമാനെ കെട്ടിക്കൊണ്ടുവന്ന് രാവണന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അപ്പൊ രാവണന്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ രാവണൻ ഹനുമാനോട് ചോദിക്കുന്നു, നീ ആരാണ്? നീ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഹനുമാൻ തന്റെ വരവിന്റെ ഉദ്ദേശവും താൻ ആരാണെന്നും ഒക്കെ രാവണനോട് പറയും. അപ്പൊ രാവണൻ പറയും, ഇവിടെ വന്നിട്ട് ഈ ലങ്കയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ ലങ്കയിൽ വന്നിട്ട് അതിക്രമം കാണിക്കുന്നത്. ഈ അതിക്രമം കാണിച്ച് നിന്നെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നീ തീർച്ചയായിട്ടും മരണം വരിക്കണം, അതാണ് നിനക്കുള്ള ശിക്ഷയെന്ന് പറയും. അപ്പൊ ഹനുമാൻ ചിരിച്ചുകൊണ്ടിരിക്കുമോ, അങ്ങേക്ക് പറ്റുന്നത് തന്നെ വധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ട് വിഭീഷണൻ വരും അല്ലെ. രാവണന്റെ ഒരു സഹോദരൻ, കുംഭകർണനെ പോലെ മറ്റൊരു സഹോദരനാണ് വിഭീഷണൻ. ഈ വിഭീഷണൻ എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പരമഭക്തനാണ്. അപ്പൊ വിഭീഷണൻ വന്നിട്ട് രാവണനോട് പറയും, രാവണ ഒരിക്കലും നീ ഹനുമാനെ വധിക്കരുത്, ഹനുമാൻ ഒരു ദൂതുമായിട്ട് വന്നതാണ്, അപ്പൊ അങ്ങനെ വരുന്ന ആളിനെ വധിക്കാൻ പാടില്ല. എന്തെങ്കിലും ശിക്ഷ നിനക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ശിക്ഷിക്കാം, പക്ഷേ വധിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇത് കേട്ടിട്ട് പെട്ടെന്ന് രാവണൻ പറയും, ഈ വാനരന്മാരുടെ ബലം എന്ന് പറയുന്ന അവരുടെ വാലിലാണ് അല്ലെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹനുമാന്റെ വാലിൽ തീ കൊടുക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഹനുമാനെ പിടിച്ചു വെച്ചിട്ട് വാലിൽ തീ കൊടുക്കും. എന്നിട്ട് ഹനുമാനെ വിടും. അപ്പൊ ഹനുമാൻ ഇങ്ങനെ വന്നിട്ട് ഒരു മതിലിൽ വന്ന് ഇരുന്നിട്ട് വിചാരിക്കും, എന്റെ വാലിൽ അവർ തീ കൊടുത്തി, പക്ഷേ ഞാൻ ഇങ്ങനെ ചുമ്മാ വേഗം പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ ഒരു ദേഷ്യം വരും. ഒരു ദേഷ്യം വന്ന് അതൊരു ആത്മീയമായ ദേഷ്യമാണ്. ആത്മീയമായ ദേഷ്യം വന്നപ്പോ ഹനുമാൻ എന്ത് ചെയ്തു? തന്റെ വാലിലെ ആ തീ കൊണ്ട് ലങ്കയുടെ ഓരോ കോട്ടകളിലും ഓരോ കൊട്ടാരങ്ങളുടെ മുകളിൽ ചാടി ഇരിക്കും. ചാടി ചെന്നിരുന്നിട്ട് ആ വാലിൽ ആ കോട്ടയിലേക്ക് തീ പടരുമ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ അടുത്ത കൊട്ടാരത്തിലേക്ക്, അങ്ങനെ ലങ്കയിലെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ചാടി ചാടി പോയിട്ട് ലങ്കയെ ഫുൾ കത്തിക്കും. 2 സ്ഥലം മാത്രം ഒഴിവാക്കും. ഒന്ന് വിഭീഷണന്റെ കൊട്ടാരം അല്ലെ. വിഭീഷണൻ എന്ന് പറഞ്ഞ രാമഭക്തനായതുകൊണ്ട് തന്നെ വിഭീഷണന്റെ കൊട്ടാരവും അതുപോലെ അശോകവനിയും, സീതാമാതാവ് അവിടെയാണുള്ളത്, അശോകവനിയും ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാം കത്തിക്കും. കത്തിച്ചിട്ട് എന്ത് ചെയ്യും? കുറച്ചേരം പോയിരുന്ന് നോക്കിയൊക്കെ ഇരിക്കും. നോക്കിയിരുന്നിട്ട് പിന്നെ ഹനുമാൻ ഇങ്ങനെ ഒരു മനസ്സിനൊരു വിഷമം തോന്നും അല്ലെ, ഇതാണ് ഈ ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ലങ്കാനഗരിയെ രാവണനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, പക്ഷെ മുഴുവൻ ലങ്കയെ ഞാനിങ്ങനെ കത്തിച്ചത് ശരിയാണോ? ഇനി സീതാമാതാവ് ഇതുകൊണ്ട് എന്തെങ്കിലും
ആപത്ത് വരുമോ എന്നൊക്കെ ചിന്തിക്കും. എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ പറയും ഒരിക്കലും ഇല്ല, സീതാമാതാവ് എന്ന് പറയുന്നത് ആരാണ് അല്ലെ, ഭഗവാന്റെ ഭാര്യയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഭാര്യയെ തൊടാൻ ഒരിക്കലും അഗ്നിക്കാവില്ല. അതുകൊണ്ട് മാതാവിനൊന്നും പറ്റില്ല എന്ന് സ്വയം ആശ്വസിച്ചതിന് ശേഷം സമുദ്രത്തിൽ പോയി തന്റെ വാലിലെ തീയെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് പറക്കും. ആ സമയത്ത് കാണുന്നില്ല, ലങ്കയിൽ പുക മാത്രമേ ഉള്ളൂ ഇല്ലേ, ലങ്കയുടെ ഒരു കോട്ടയോ മതിലോ ഒന്നും കാണുന്നില്ല. ഫുൾ ഇങ്ങനെ തീ പടർന്ന് പുകയുമായിട്ടാണ് ലങ്ക. അപ്പൊ അവിടെയുള്ള രാക്ഷസന്മാരും ഭീകരന്മാരും എന്തിനേറെ പറഞ്ഞ ജന്തു ജീവജാലങ്ങൾ വരെ കത്തിച്ച അമ്പലായി. അത് കഴിഞ്ഞ് നേരെ ഇവിടെ എത്തി, മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഹനുമാൻ ഇങ്ങനെ മഹേന്ദ്ര പർവ്വതത്തിൽ തിരിച്ചെത്തുന്നത് കാണുമ്പോൾ അവിടെ ഹനുമാൻ പോയ സമയത്ത് മുതൽ അംഗദനും കൂട്ടരും ഒക്കെ കാത്തിരിക്കുവാണ് അല്ലെ. ഇവർക്കെല്ലാം ഭയങ്കരമായ, ജാമ്പവാനൊക്കെ അതിയായ സന്തോഷത്താൽ ഇങ്ങനെ ഹനുമാനെ വരവേൽക്കും. അപ്പൊ ഹനുമാൻ ഇങ്ങനെ തിരിച്ച് ഇവരുടെ എല്ലാം അടുത്തേക്ക് വന്നിട്ട് ഇവരോട് ആദ്യം അംഗദനാണ് ഹനുമാന്റെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ അംഗദൻ പെട്ടെന്ന് ഓടി നിന്നിട്ട് എല്ലാം ചോദിക്കുന്നതാണ്, എന്താണ് അവിടുത്തെ വൃത്താന്തം, ലങ്കയിൽ പോയിട്ട് സീതാമാതാവിനെ കണ്ടോ, സീതാമാതാവ് സുഖമായി ഇരിക്കുന്നു, സൗഖ്യം തന്നെയല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ അവിടെ നടന്ന് ഇവിടെ നിന്ന് പോയത് മുതലുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയും അല്ലെ. ജാമ്പവാനോടും മറ്റ് വാനര ശ്രേഷ്ഠന്മാരോടും വാനര വീരന്മാരോടും അംഗദനോടും ഒക്കെ പറയും. ഇവിടെ ഞാൻ പോയ സമയത്ത് ആദ്യം മൈനാകത്തെ കണ്ടു, സുരസയെ കണ്ടു അല്ലെ, അതിനുശേഷം സിംഹികയെ കണ്ടു. ഇതെല്ലാം കടന്ന് ഞാൻ എവിടെ എത്തി, ലങ്കയിലെത്തി. രാത്രിയെല്ലാം ലങ്ക ചുറ്റി കണ്ടിട്ട് ലങ്കാദേവിയെ കണ്ടു. അതിനുശേഷം രാവണന്റെ കൊട്ടാരവും എല്ലാം കണ്ടു, രാവണനെ കണ്ടു, എന്നിട്ട് സീതാമാതാവിനെ കണ്ടു. സീതാമാതാവ് അവിടെ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവരോടെല്ലാം ഹനുമാൻ പറയുമ്പോൾ ഹനുമാൻ കരഞ്ഞുകൊണ്ട് അത്രയും സങ്കടത്തോടു കൂടിയാണ് ഈ വൃത്താന്തം എല്ലാം ഇവരെ എല്ലാവരെയും അറിയിക്കുന്നത്. അപ്പൊ അതെല്ലാം അംഗദന്റെയും ജാമ്പവാന്റെയും എല്ലാം എല്ലാവർക്കും ഭയങ്കര വിഷമമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നേരെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അടുത്ത് പോയിട്ട് രാമചന്ദ്ര പ്രഭുവിനോടും ഈ കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ ഇത് സീതാദേവിയുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് രാമ ലക്ഷ്മണ എന്ന് വിളിച്ച് കരഞ്ഞിരിക്കുന്ന സീതാദേവിയുടെ അവസ്ഥ അറിയുമ്പോൾ രാമചന്ദ്ര പ്രഭുവിനും ഭയങ്കരമായ സങ്കടം തോന്നും. അപ്പൊ സുഗ്രീവൻ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തന്റെ ആൾക്കാർ പോയി കണ്ടുപിടിച്ചല്ലോ എന്നുള്ള, സീതാമാതാവ് എവിടെയാണെന്ന് അറിഞ്ഞല്ലോ എന്നുള്ളൊരു സംതൃപ്തി ആർക്കുണ്ടാവും, സുഗ്രീവൻ ഉണ്ടാവും അല്ലെ. രാമചന്ദ്ര പ്രഭുവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, സീതാമാതാവിനെ കണ്ടെത്താമെന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വാക്ക് പാലിച്ചതിന്റെ ഒരു സംതൃപ്തി ആർക്കുണ്ടായി, സുഗ്രീവൻ ഉണ്ടായി. അപ്പൊ സീത തിരിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നതിന് വേണ്ടിയിട്ട് രാവണൻ ഹനുമാനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹനുമാൻ പറയുകയാണ്. രാമചന്ദ്ര പ്രഭു വിഷമിക്കേണ്ടായിരുന്നു, സീത സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യമെല്ലാം അപ്പൊ ഹനുമാൻ പറയുന്നു. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രഭുവിന് രാമചന്ദ്ര പ്രഭുവിന് കൂടുതൽ സങ്കടമാവും അല്ലെ. അദ്ദേഹം സീതയെ ഓർത്ത് വിലപിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അത് ലക്ഷ്മണൻ വന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നു, എന്തായാലും സീതാമാതാവ് എവിടെയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി തീർച്ചയായിട്ടും ഈ വാനരസേനയുടെ സഹായത്തോടു കൂടി നമുക്ക് എങ്ങോട്ട് പോവാം, നമുക്ക് ലങ്കയിലേക്ക് പോയിട്ട് സുവർണ ലങ്കയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, സീതാമാതാവിനെ കണ്ടെത്തുകയും രാവണനും കൂട്ടർക്കും വേണ്ട ശിക്ഷ നൽകാമെന്നും പറഞ്ഞ് രാമചന്ദ്ര പ്രഭുവിനെ ആശ്വസിപ്പിച്ചിട്ട് സീതയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഹനുമാൻ എങ്ങനെ ഇവിടെ പറഞ്ഞു നിർത്തുന്നതാണ്. അതോടുകൂടിയിട്ടാണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. ഹരേ കൃഷ്ണ.